ഹലോ ഹാംസ്റ്റേഴ്സ്. ഈ അഡ്രസ്സിങ് കേൾക്കുമ്പോൾ തന്നെ ഈ വീഡിയോ എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് എനിക്കറിയാം. അപ്പോ ഇന്ന് രാവിലെ ചെയ്ത ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പ് ഷോട്ട് കണ്ട് കുറച്ചു പേര് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടി ചെറിയൊരു ഓവർവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോ കാര്യത്തിലേക്ക് കടക്കണേക്കാൾ മുന്നേ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് ചോദിക്കാൻ മടിക്കരുത്. അത് എത്ര സില്ലി ആയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും മറുപടി പറയും. എനിക്കറിയുന്നതാണെങ്കിൽ, എനിക്കറിയാത്തതാണെങ്കിൽ ഞാനത് തുറന്ന് പറയുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കളിക്കുന്ന വീഡിയോ ഗെയിംസ് ആണ് ക്ലിക്കർ ഗെയിംസ്. ആ വിഭാഗത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ്. ടെലഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് ഗെയിം. ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ ഇന്ററാക്ട് ചെയ്യാനാവുന്ന സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഈ ബോട്ട് വഴിയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുക. ഈ സോഫ്റ്റ്വെയറിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ടോൺ ദി ഓപ്പൺ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോ ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം എങ്ങനെയാ വെച്ചാല്, സ്ക്രീനിൽ കാണുന്ന ഒരു ഹാംസ്റ്ററിന്റെ ഐക്കൺ കാണും. അതിങ്ങനെ ടാപ്പ് ചെയ്ത് കോയിൻസ് മൈൻ ചെയ്യാൻ. സത്യത്തിൽ മൈൻ എന്ന ടേം ഉപയോഗിക്കുന്ന ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കോയിൻസിന്റെ എണ്ണം കൂടും, അത്രമാത്രം. ഇതൊരു ബോട്ട് ആയതുകൊണ്ട് തന്നെ ഈ ടാപ്പിംഗ് ചെയ്യാനായിട്ട് മനുഷ്യർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഈ വിഷ്വല് കണ്ടായിരുന്നോ? കോയിൻസ് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് അതിബുദ്ധിമാന്മാർ കാണിക്കുന്ന പണിയാണിത്. എന്തിനാ ഇങ്ങനെ ഇത്ര അഗ്രസീവായിട്ട് കോയിൻസ് കളക്ട് ചെയ്യുന്നത് എന്നത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇങ്ങനെ ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം തന്നെ കൂടുതൽ ടാസ്കുകൾ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ചെറിയ ചെറിയ ടാസ്കുകൾ തരും, സിമ്പിൾ ആയിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യണതിനനുസരിച്ച് നമുക്ക് റിവാർഡ്സ് കിട്ടും. റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻസ് ആണ് കേട്ടോ. ഈ ഗെയിം ടെലഗ്രാമിൽ ലോഞ്ച് ചെയ്ത് വിത്തിൻ 5 days തന്നെ ആക്റ്റീവ് പ്ലേയേഴ്സ് 1 lakh ആയി. ഹാംസ്റ്റർ കോമ്പാറ്റ് കമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഗെയിം ഡെവലപ്മെന്റ് ടീം ചെയ്തതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ടാസ്കുകളാണ് അവർ ഗെയിമിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 കോയിൻസ് കിട്ടും. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 കോയിൻസ് കിട്ടും. എക്സിൽ അവരെ ഫോളോ ചെയ്താൽ 500 കോയിൻസ് കിട്ടും. ഒരു 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിലേക്ക് 10K കോയിൻസ് കിട്ടും. അങ്ങനെ കുറെ സിമ്പിൾ ടാസ്കുകൾ ഗെയിം പ്ലേയേഴ്സ് അറിയാതെ അവർക്ക് വേണ്ടി ഒരു തരത്തില് മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 1 lakh ആക്റ്റീവ് പ്ലേയേഴ്സ് പിന്നെ 2 lakhs ആയി, 3 lakhs ആയി. അപ്പൊ അവര് കിക്സ്പാഡ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്ത്. എനിക്ക് ഈ കിക്സ്പാഡ് ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സംഭവം ഗൂഗിൾ ചെയ്ത് നോക്കി. ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് അവർക്ക്. ഇവരുടെ ഫസ്റ്റ് പോസ്റ്റ് എക്സിൽ വന്നിട്ടുള്ളത് ഈ വർഷം മാർച്ച് 15-നാണ്. സോ എനിക്ക് അതിന്റെ ജെന്യൂനിറ്റി അറിയില്ല, ഫൗണ്ടേഴ്സ് ആരാണെന്നുള്ളതും അറിയില്ല, ഡീറ്റെയിൽസും കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയുമെച്ചാൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെയാണ് അവര് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ തങ്ങളുടെ കറൻസി ലിസ്റ്റ് ചെയ്യാൻ പോവാന്ന് അനൗൺസ് ചെയ്തതും. ഈ ക്രിപ്റ്റോ കറൻസീസ് മാനേജ് ചെയ്യുക ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ്. പുതിയ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓൺലൈനായി ഒരു ഓഫർ പോലെ അല്ലെങ്കിൽ ഒരു റിവാർഡ് പോലെ ഫ്രീ ആയിട്ട് കോയിൻസ് അല്ലെങ്കിൽ ടോക്കൺസ് വാലറ്റ് യൂസേഴ്സിന് കൊടുക്കുന്നതിനെയാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ജിപേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ ബ്രാൻഡുകളുടെ ഡിസ്കൗണ്ട് കൂപ്പൺ ഒക്കെ റിവാർഡ്സ് ആയി കിട്ടില്ലേ? അത് ആ ബ്രാൻഡ്സ് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അതുപോലെ തന്നെയാണ് എയർ ഡ്രോപ്പും. അപ്പൊ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് പ്ലേയേഴ്സിന് അവർ ഗെയിം കളിച്ച് കിട്ടുന്ന കോയിൻസിനനുസരിച്ച് ഒരു എയർ ഡ്രോപ്പ് കിട്ടും എന്ന തരത്തിലുള്ള ഒരു വാഗ്ദാനമാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം മുന്നോട്ട് വെച്ചത്. നല്ല സംഭവം അല്ലേ? ഒരു പണിയില്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ടാപ്പ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയത് നല്ലതല്ലേ? ഗെയിമിന്റെ ഗൈഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞ് പിന്നെയും ആക്റ്റീവ് പ്ലേയേഴ്സിന്റെ എണ്ണം കൂടി 4 ലക്ഷമായി, 5 ലക്ഷമായി. അപ്പോഴാണ് ആദ്യത്തെ ഒരു കല്ലുകടി വന്നത്. നമ്മൾ എല്ലാ 24 മണിക്കൂർ ആവുന്നതിന് മുൻപും ലോഗിൻ ചെയ്തില്ലെങ്കിൽ റിവാർഡ് കൗണ്ടർ 0 ആയിട്ട് റീസെറ്റ് ആവുത്രേ. ഗെയിം അഡിക്ഷൻ ആവാൻ വേറെ എന്ത് വേണം? ഈ ഗെയിം അഡിക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത്. അതെല്ലാവരും ആ ഒരു സെൻസിൽ എടുത്തോളണം എന്നില്ല. പിന്നെ ആക്റ്റീവ് പ്ലേയേഴ്സ് ലേറ്റ് 10 lakhs ആയി. അപ്പൊ അവര് ബിങ്എക്സുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തു. ഇന്നലെ ബിങ്എക്സ് ഹാക്ക് ചെയ്ത് ഒരു $40 million ക്രിപ്റ്റോ കറൻസി അവരുടെ പോയി
കിട്ടിയിട്ടുണ്ട് കേട്ടോ. ന്യൂസ് റിപ്പോർട്ട്സ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പോ നമ്മുടെ വിഷയം ഹാംസ്റ്റർ കോമ്പാറ്റ്. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഗോഡ്ബിറ്റ് ഹെഡ്ജ് ഫണ്ടും ആയിട്ടായിരുന്നു. നിങ്ങള് സാക്കെക്സ് ബി ടി എന്ന് പറയുന്ന ട്വിറ്റർ യൂസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു അനോണിമസ് ആയിട്ടുള്ള ട്വിറ്റർ യൂസർ ആണ്. ആളെ കുറിച്ച് തന്നെ പറയുന്നത് സ്കാം സർവൈവർ ടേൺഡ് 2D ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ്. ചങ്ങാതി ക്രിപ്റ്റോ ട്രേഡർ ആണ്. ഈ NFT പ്രൊജക്ട്സ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ റഗ് പുൾസ് ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ആള് 2 തവണ ഈ ഗോഡ്ബിറ്റിനെതിരെ റഗ് പുൾ സ്കാംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഗ് പുൾ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിച്ച് ആ പണമായിട്ട് മുങ്ങുക. ഗോഡ്ബിറ്റിനെ വെബ്3 അഡ്വൈസർ ആക്കിയിട്ടാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് April 16 ഒക്കെ ആയപ്പോഴേക്കും ഗെയിമിൽ ആക്റ്റീവ് പ്ലേയേഴ്സിന്റെ എണ്ണം 20 ലക്ഷമായി. April 18 അവർ അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. പിന്നെയും ആക്റ്റീവ് പ്ലേയേഴ്സിന്റെ എണ്ണം 30 ലക്ഷമായിട്ട് കൂടി. അപ്പൊ അവര് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടെലഗ്രാം ആപ്പ് സെന്ററിൽ ആ ഗെയിം ഫീച്ചേർഡ് ആയത് April അവസാനത്തെ ആഴ്ചയാണ്. വെബ്3 ഇന്റഗ്രേഷനും April അവസാനത്തോടെ ചെയ്യേണ്ടായി. പിന്നെ ആക്റ്റീവ് പ്ലേയേഴ്സ് 50 ലക്ഷം കവിഞ്ഞപ്പോ ഹാംസ്റ്റർ കോമ്പാറ്റ് വീണ്ടും എല്ലാവരെയും കൊതിപ്പിച്ചു. ഹാംസ്റ്റർ ടോക്കൺ ബിറ്റ്കോയിൻ പോലെയായിരിക്കും, ലിസ്റ്റിംഗ് ഡേറ്റ് ഉടൻ ഉണ്ടാകുമെന്നും അനൗൺസ് ചെയ്തു. പിന്നെ ഒരു സെക്യൂരിറ്റി സ്റ്റെപ്പ് എടുത്തു, ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യതയൊക്കെ കൂടി. അപ്പൊ പിന്നെ ആക്റ്റീവ് പ്ലേയേഴ്സിന്റെ എണ്ണം 70 ലക്ഷമൊക്കെ കവിഞ്ഞു. ഇടയ്ക്ക് അവര് വെനം ഫൗണ്ടേഷൻ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. 2023 ശേഷം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു കോൺടെസ്റ്റ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 May 31 ആണ് അവർ ടോക്കൺ ലോഞ്ച് അനൗൺസ്മെന്റ് നടത്തിയത്. പിന്നെ തുര എയർ ഡ്രോപ്സിനെ കുറിച്ചുള്ള ക്വറീസ് ഒക്കെ വരാൻ തുടങ്ങിയത്ര. ജൂലൈയിൽ പ്ലാൻ ചെയ്ത എയർ ഡ്രോപ്പിന് മുൻപായി June 2nd വീക്കിൽ ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് ഗെയിമിൽ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും അവരുടെ ആക്റ്റീവ് പ്ലേയേഴ്സ് പിന്നെ ഒരുപാട് കൂടി. പക്ഷെ ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് കാരണം ആ എയർ ഡ്രോപ്പ് നടന്നില്ല, ഫ്ലോപ്പായി. പിന്നെയാണ് അവര് ദ ബ്ലോക്കിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഇന്റർവ്യൂ അല്ല, ഇമെയിൽ ആണ് അയച്ചത്. ഈ ഇന്റർവ്യൂ റിപ്പോർട്ടാണ് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം കുറച്ചുകൂടെ മനസ്സിലാക്കി തന്നത്. മെയ് മാസത്തില് നോട്ട് കോയിൻ 80 ബില്യൺ, അതായത് 8,000 കോടി നോട്ട് ടോക്കൺസ് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് $1 ബില്യൺ, $100 കോടി അല്ലേ, ഏകദേശം അത്രയും മതിപ്പുണ്ടായിരുന്നു അതിന്. ഹാംസ്റ്റർ കോമ്പാറ്റ് ഈ നോട്ട് കോയിൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആണത്ര. അവർ ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ചെയിനും അതുപോലെ ഗെയിമിങ്ങും ഡെവലപ്മെന്റ്സ് ഒക്കെ 2010-13 സമയത്തൊക്കെ ചെയ്തു തുടങ്ങിയതാണത്ര. ഈ ഇന്റർവ്യൂ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ജൂലൈ മാസത്തില് 250 മില്യൺ യൂസേഴ്സ് ഉണ്ട് ഈ ഗെയിമിന്. ആ സമയത്താണെങ്കിൽ ഫസ്റ്റ് എയർ ഡ്രോപ്പ് ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അന്നേരം പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പോഴാണ് ഇത് സ്കാം ആണെന്ന തരത്തിലുള്ള ടോക്സ് ഒക്കെ വന്നിരുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ഫൗണ്ടേഴ്സ് ഇതിനെ വെറും ഗെയിമായോ തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടോ അല്ല കാണുന്നതെന്നാണ് പറയുന്നത്. അവര് ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്, ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് എന്താ വെച്ചാല്, ഗെയിം തുടരും. അടുത്ത 2 വർഷത്തിനുള്ളിൽ 2ാം സീസണും 2ാമത്തെ എയർ ഡ്രോപ്പും കാണും. ആ പറഞ്ഞ എയർ ഡ്രോപ്പ് ആയിരിക്കണം September 26 നടക്കാൻ പോകുന്നത്. പക്ഷെ ഈ 2 വർഷം എന്നത് മെൻഷൻ ചെയ്യേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് അവകാശപ്പെടുന്നത് അവരൊരു എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് പ്രൊജക്ട് ആണ് എന്നാണ്. സാമ്പത്തിക സാക്ഷരതയും എല്ലാവർക്കും അടിസ്ഥാന വരുമാനവും, അതാണ് അവർ ലക്ഷ്യമിടുന്നതെന്ന്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് വിതിൻ 3 to 4 വീക്സ് അവർ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ക്രിപ്റ്റോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എയർ ഡ്രോപ്പ് നടത്തി റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് അവർ. ടോട്ടൽ ടോക്കൺ സപ്ലൈയും പറയുന്നുണ്ട്. 1.11 കഴിഞ്ഞ് 100 ബില്യൺ എന്നല്ലേ വായിക്കുക. അങ്ങനെയാണെങ്കിൽ അത്രയും ഹാംസ്റ്റർ ടോക്കൺസ്, അതാണ് അവരുടെ ടോട്ടൽ സപ്ലൈ. ഹാംസ്റ്റർ ഇക്കോസിസ്റ്റത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരിക്കും അത്ര ഈ എയർ ഡ്രോപ്പ്. എയർ ഡ്രോപ്പിന്റെ 60% പ്ലേയേഴ്സിനാണ് എന്നും അവർ പറയുന്നുണ്ട്. ഒരു ചെറിയ ലൂപ്പ് ഹോൾ അവിടെ കണ്ടില്ലേ? ടോട്ടൽ ടോക്കൺ സപ്ലൈയുടെ 60% അല്ല, എയർ ഡ്രോപ്പിന്റെ 60% മാത്രം. അപ്പൊ എത്ര ഹാംസ്റ്റർ ടോക്കൺസ് എയർ ഡ്രോപ്പ് ചെയ്യും? അതിന്റെ വാല്യൂ എത്ര കാണും? അതൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ബിനാൻസ്, OKX, ബൈബിറ്റ്, എബി, ടെലഗ്രാം വാളറ്റ്, ബിറ്റ്ഫിനെക്സ്, ബിറ്റ്ഗെറ്റ്, ഇതിൽ ഏത് എക്സ്ചേഞ്ച് വഴി വേണമെങ്കിലും ഹാംസ്റ്റർ ടോക്കൺസ് ഡയറക്റ്റ് ഓൺലൈനായോ ഓഫ്ലൈനായോ വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നും ഈ ദിവസങ്ങളിലായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം റിവീൽ ചെയ്തിട്ടുണ്ട്.
അപ്പോ സീസൺ 1 അവസാനിച്ചു, ഇന്റർലൂഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു ചോദ്യം ബാക്കിയുള്ളത്, ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം ഇപ്പോഴും തങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നതാണ്. ആ ചോദ്യത്തെ അവരൊരു മറുചോദ്യം കൊണ്ടാണ് നേരിടുന്നത്. അതായത് ബിറ്റ് കോയിൻ ഫൗണ്ടർ സത്തോഷി നക്കാമോട്ടോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന്. ഞാൻ ഉൾപ്പെടുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കിട്ടുന്ന ലാഭം വെറുതെ കളയൂല നമ്മള്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സംഭവം നമ്മുടെ വിലപ്പെട്ട ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്തായാലും ഫസ്റ്റ് എയർ ഡ്രോപ്പ് നടപടിയായില്ല, നമ്മൾ പ്രതീക്ഷ കൈവെടിയൂല. സെപ്റ്റംബർ 26 ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ വെറുതെ കിട്ടുന്ന സമയം ടാപ്പ് ചെയ്യും, എന്നാലും ഡെഡിക്കേഷൻ കുറയുന്നാണ് തോന്നണേ. ചളി വേറെ, കാര്യം വേറെ. അപ്പോ ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങള് മൊത്തത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്തുല്ലോ. സെപ്റ്റംബർ 26 എന്ന് പറയുന്ന തീയതി ഹാംസ്റ്റർ കോമ്പാറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ക്രൂഷ്യൽ ഡേ ആണ്. അവരുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഒരു തീരുമാനം. അതിലവർ ഒന്നുകൂടി വീഴ്ച വരുത്തിയാൽ എങ്ങനെ നോക്കിയാലും അവർക്ക് ലാഭം തന്നെയാണ്. പക്ഷെ പിന്നെ യൂസേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് അവര് പാടുപെടും. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എന്റെ കുറച്ച് നിഗമനങ്ങളുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും ഫാക്ട്സിന്റെ അടിസ്ഥാനത്തില് സെപ്റ്റംബർ 26 എന്ത് സംഭവിക്കും? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാൻ സ്റ്റേ ട്യൂൺ ടു മലയാളി ഫ്രം തൃശൂർ. ബൈ ഫോർ നൗ.